ഉറങ്ങിയാൽ ഉണരുമെന്ന് ഉറപ്പില്ലാത്ത, ഉണർന്നാൽ ഉറങ്ങാനാവുമോ എന്ന് ഉറപ്പില്ലാത്ത വെറും നിസ്സാരതയാണ് നമ്മുടെ ഓരോ ജീവിതവും. ആരെയും എന്തും പറയാം എന്ന് കരുതരുത്. ചിലപ്പോൾ അവർ പ്രതികരിച്ചു എന്ന് വരില്ല. എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി നെഞ്ചു പിടഞ്ഞ് കരയുന്ന അവരുടെ കണ്ണുനീരിന് ദൈവം പകരം ചോദിക്കുന്ന ഒരു ദിവസം നിന്റെ മുമ്പിൽ വരും. എല്ലാം ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്നവരെയല്ല, ഒന്നുമില്ലായ്മയിൽ ചേർത്തു പിടിക്കുന്നവരോടാണ് കൂട്ടുകൂടേണ്ടതും കൂടെ നിർത്തേണ്ടതും. കാരണം ഏത് സാഹചര്യത്തിലും വിട്ടുപോകില്ലെന്ന് ഉറപ്പുള്ളത് അവർ മാത്രമായിരിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ആവശ്യമാണ്. കാരണം പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് നാം പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതും. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്. നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. എങ്കിലും മറ്റുള്ളവർക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാതെ നോക്കണം. വിജയപരാജയങ്ങളെക്കാൾ വീര്യം ചോരാതെ പൊരുതുക എന്നതാണ് ഏറ്റവും പ്രധാനം. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയമോ ദൂരമോ ഒന്നും തന്നെ അയാളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുകയില്ല. മറ്റുള്ളവർ എങ്ങനെ മാറുന്നു എന്നതല്ല, സ്വയം എങ്ങനെ മാറാമെന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു തളർത്താൻ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത്. മറ്റുള്ളവരിൽ നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസത്തേക്കാൾ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. ആരെയും അമിതമായി ആശ്രയിക്കരുത്. കാരണം വെളിച്ചം ഉള്ളത് വരെ മാത്രമേ സ്വന്തം നിഴൽ പോലും കൂടെ ഉണ്ടാവൂ. ആരുടെയും അസ്വസ്ഥതകൾക്ക് മറുപടി നൽകേണ്ടതില്ല. സത്യസന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. എങ്ങനെ നമ്മൾ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുകയില്ല. എല്ലാത്തിനും ഉപരിയായി ഒരു കൊച്ചു ലക്ഷ്യമെങ്കിലും നമുക്കുണ്ടാവണം. ആ ലക്ഷ്യം വ്യക്തമായിരിക്കണം. ലക്ഷ്യബോധത്തോടെ കൂടിയ നമ്മുടെ പ്രവൃത്തികൾ വിജയതീരമണിയുവാൻ നമ്മളെ പ്രാപ്തരാക്കും.